പറഞ്ഞതുപോലെ സാന്റാക്ലോസിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. വെറുതെ അല്ല വന്നത്. സാന്റാക്ലോസ് എന്നാണ് പറഞ്ഞത്, രാക്ഷസൻ എന്നല്ല. സാന്റാക്ലോസ് വെറുതെ അല്ല വന്നേക്കുന്നത്, നിങ്ങൾക്ക് കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് എത്തിക്കുന്നത് കേട്ടോ. എന്റെ സമ്മാനം അവിടെ നിരഞ്ജൻ അടിച്ചു മാറ്റി വെച്ചു. ഡോക്ടറാണെന്ന് നമ്മൾ കേട്ടത്. എന്നിടയ്ക്ക് മോഷണം ഉണ്ടോ? കളിച്ച ഡോക്ടറൊന്നും അല്ല, ഹൃദയമൊക്കെയാണ് മാറ്റി വെക്കുന്നത്. അതെ, കളിയൊന്നുമല്ല. ഹൃദയം വെച്ചാളോ നോക്കി ചിരിച്ചോണ്ടിരിക്കുന്നത്. സിദ്ധാർത്ഥ, എന്തൊക്കെയുണ്ട് വിശേഷം? പറ കേക്കട്ടെ. അടിപൊളിയായിട്ടിരിക്കുന്നു. ഭാര്യ എവിടെ? ഭാര്യ ഇതാ ഭാര്യയല്ലേ? അപ്പൊ ഭാര്യ എത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് സാന്റാക്ലോസ് കാണണമെന്ന് ആഗ്രഹിച്ച കുട്ടി ദേവിക. ഓ മൈ ഗോഡ്, ദേവിക എന്ത് നല്ല കുട്ടിയാണ്. പക്ഷെ ഈ പാവപ്പെട്ട നല്ല കുട്ടിയാണ്. ഇതും ദേഹവും കൂടെ നമ്മുടെ സിദ്ധുവിന്റെ ഇവരുടെ അവനെപ്പോഴും ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ട് ദേവികയുടെ. സാന്റാക്ലോസേ, ഈ സീരിയലിന് ഹൃദയം ഒന്ന് പേര് വരാനുള്ള ഒരു കാരണക്കാരനുണ്ട് ഇവിടെ നിപ്പുണ്ട്. നമ്മുടെ മലയാളി പ്രേക്ഷകരിൽ സീരിയലിൽ മാത്രമേ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. ഇതുപോലൊരു പരിപാടിയിൽ നമ്മൾ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. ആരാണ് അയാൾ? തോളിക്കായിട്ട് നിപ്പുണ്ട്. ഞാനല്ല, അപ്പുറത്തെ സൈഡ് നോക്ക്. അയ്യോ, എന്റെ ജുഡുവാണ്, എന്റെ ജുഡുവ. ഇദ്ദേഹം ഉള്ളപ്പോ എന്നെ എന്തിനാണ് സാൻഡായിട്ട് വിളിച്ചതെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഏകദേശം ഒരേപോലെ തന്നെ, സെയിം ടു സെയിം. അങ്ങനെ പറയല്ലേ, പേർ കൂടെ ഒരേ മാതിരി. വിജയ് ആനന്ദ്. നമ്മുടെ നിരഞ്ജൻ ശസ്ത്രക്രിയ നടത്തി ഈ സീരിയലിനെ ഒരു പരിപാടിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യരാണ്. എവിടെയായിരുന്നു ശസ്ത്രക്രിയ നടത്തിയത്? അക്ഷര ഹോസ്പിറ്റൽ. അക്ഷരയുടെ പേരിലാണല്ലേ ഹോസ്പിറ്റൽ? അക്ഷര ഹോസ്പിറ്റൽസിന്റെ മുതലാളി നീ കണ്ടിട്ടുണ്ടോ? ഒന്ന് കുരിഞ്ഞേ, അങ്ങോട്ട് നോക്കി. നമസ്കാരമുണ്ട്. ആശുപത്രിയൊക്കെ എങ്ങനെ പോകുന്നു? മൊത്തത്തിൽ കുഴപ്പത്തില്ല. പക്ഷെ നമ്മളെ വെൽക്കം ചെയ്ത മുത്തശ്ശി ഇതൊക്കെ കേട്ട് തരിച്ചിരിക്കുകയാണ്. അവിടെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? മുത്തശ്ശിയെ കണ്ടല്ലേ പിള്ളേരൊക്കെ പഠിക്കുന്നത്. മുത്തശ്ശി വേണ്ട വൈബാണല്ലോ. യൂത്ത് ഫെസ്റ്റ് എല്ലാം കൊണ്ടായിരുന്നു. അല്ല, ശരത്തിന്റെ അതൊരു മിനിറ്റ്, അവിടെ തൊട്ടപ്പോ എവിടെ പുള്ളിയെ? അത് നമ്മുടെ അത് നിനക്ക് 7 ദിവസത്തിൽ കൂടുതൽ ആയുസ് ഉണ്ടോ നോക്കാം. എന്നിട്ട് പിന്നെ കേട്ടാ നിന്നെ ഈ പോക്ക് വെച്ചിട്ട് മിക്കവാറും നിന്നെ പെട്ടിയിലാക്കുന്നതാണ് തോന്നുന്നു. എനിക്ക് ഇവിടെ ഓരോ വീട്ടിലും ഓരോ ഭാര്യമാരാ. എടാ മിടുക്ക, ഷൂട്ട് കഴിഞ്ഞൊന്ന് കാണണം, ഒരു ക്ലാസ് വേണം. നിങ്ങളുടെ ഹൃദയം മുഴുവൻ നിറയുന്ന സമ്മാനങ്ങളുമായിട്ടാണ് ഈ സാൻഡ് ഇവിടെ വന്നിരിക്കുന്നത്. ക്രിസ്മസ് എക്സ്പ്രസിന്റെ 2ാമത്തെ പകുതിയിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുകയാണ്. 5 സുന്ദരികൾക്ക് ശേഷം ഇതാ ഹൃദയം സെറ്റിനെ നമ്മൾ വർണ്ണാഭമാക്കാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ഗെയിം കളിക്കാം. ഹായ്, എന്ത് രസമുള്ള ഗെയിം. കപ്പ്, ബോള്. ഇതൊരു ടീമാണല്ലോ. അപ്പുറത്തൊരു ടീം. അത് നിന്റെ ടീം, ഇത് എന്റെ ടീം. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഒരാൾക്ക് കളിക്കാൻ പറ്റൂട്ടാ. ഇതിങ്ങനെ നമ്മൾ ഇടിപ്പിക്കിട്ടും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഈ ബോള് ഈ ഗ്ലാസ്സിലേക്ക് ഇടണം. നോക്കട്ടെ. ഈ ടീമിന്ന് ആരാണ് കളിക്കാൻ പോകുന്നത്? ശരത്. അങ്ങനെ ഇടുപ്പിൽ ഗ്ലാസ് കെട്ടി ബോൾ ഇടുന്ന ഗെയിമിലേക്ക് നമുക്ക് പോകാം. ഒരു കാര്യം ഓർമ്മിപ്പിക്കാണ്, ജയിക്കുന്നവർക്ക് ലഭിക്കുന്നത് ഈ മേശപ്പുറത്തിരിക്കുന്ന മുഴുവൻ സമ്മാനങ്ങളുമാണ്. കിട്ടുന്ന ഗിഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. ശരി, എന്നാ മത്സരം ആരംഭിക്കാം. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഗോ. അങ്ങോട്ട് കാര്യമായിട്ട് അങ്ങോട്ട് ആറട്ടെ, അങ്ങോട്ട് ആട്ടി പൊക്കണം അങ്ങോട്ട്. ചെറുക്കാൻ നിന്റെ നടുവിൽ പോകും. ടേസ്റ്റി പുഡിംഗ് സ്പൈസ് കേക്ക്സ് നൽകുന്ന ഒരു കിടിലം സമ്മാനമാണ്. അപ്പോ വിന്നറായ ശരത്തിന് ഞാൻ ഇത് കൊടുക്കുകയാണ്. ശരത്തിന് തീരുമാനിക്കാം. ശരത്തെ, ആ മേശപ്പുറത്തിരിക്കുന്ന എല്ലാ സമ്മാനങ്ങളും അളിയന് തീരുമാനിക്കാം ആർക്ക് കൊടുക്കണോ. അപ്പൊ 2ാമത്തെ ഗെയിമിന്റെ പരിപാടി എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ 2 പേരുടെ കയ്യിലും ചോപ്സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ചോപ്സ്റ്റിക്ക് കൊണ്ട് ഓരോ മുട്ട എടുക്കുക. 3 മുട്ടകൾ ആദ്യം വെക്കുന്ന ആള് വിജയിക്കും. അതിന്റെ മുകളിൽ കൊണ്ട് വെച്ചു കൊടുക്കണം. ഓക്കെ, ഒരു കൈ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ.
ഏറ്റവും ആദ്യം 3 മുട്ടകൾ വെക്കുന്ന ആള് വിജയിക്കും. ഒരു ഗെയിം തോറ്റിട്ട് നിൽക്കുകയാണ് സിദ്ധാർത്ഥ് കാരണം. അതുകൊണ്ട് അടുത്ത ഗെയിമെങ്കിലും ജയിക്കണം. അക്ഷര നിന്നിലാണ് എന്റെ മുഴുവൻ ഈയെടാ മോനെ മുട്ടയുടെ കാര്യത്തിലേ ആ. ഓ എന്തോരം മാഞ്ചേക്ക് സ്കൂളിൽ പഠിക്കാൻ. അങ്ങനെ ക്രിസ്മസ് എക്സ്പ്രസിൽ രണ്ടാമത്തെ മത്സരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ദ മുട്ട ഗെയിം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എന്റെ അക്ഷര എന്താ ഓരോ മുട്ട. അപ്പോ സമ്മാനം കിട്ടാൻ പോകുന്നത് നേച്ചേഴ്സ് നർച്ചർ ഫുഡ് മിക്സ് ആൻഡ് ചപ്പാത്തി മിക്സ് നൽകുന്ന സമ്മാനമാണ്. ഇത് ഡയബറ്റിക് ഫ്രണ്ട്ലി ആണ്. ഞങ്ങള് പുട്ടുണ്ടാക്കി ഫോർ ദേവിക തീർന്നിട്ടില്ല. അതിനോടൊപ്പം തന്നെ ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡെയിൻ മെറി ചോക്ലേറ്റ്സ് നൽകുന്ന ഒരു കിടിലം സമ്മാനവും ഉണ്ട് ദേവികയ്ക്ക്. അത് പോയി എടുത്ത് ദേവിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. പോയി എടുത്തോ. സ്റ്റീമറാ ആ ഇത് എനിക്ക് അത് മനസ്സിലായില്ലേ സ്റ്റീമർ ആണെന്ന്. ആദ്യമേ അത് കണ്ട് ഇല്ല, സത്യം. മാറ്റി വെച്ചേക്കുക. എന്നിട്ടേ ഇത് സ്റ്റീമറാ. ചുമ്മാതാണ് നായികയോട് കിടന്ന് അഭിനയിക്കുന്നത്. നമ്മൾ ഈ സീരിയലിലുള്ള എല്ലാവർക്കും ഒരു ഫൺ അവാർഡ്സ് കൊടുക്കാൻ പോകും. ഞാൻ പറഞ്ഞ അവാർഡുകളുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ കയ്യില്. അതായത് ഈ അവാർഡ് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് എന്തോരം ജനപിന്തുണയുണ്ട്, സെറ്റിൽ നിങ്ങൾ എന്തോരം പോപ്പുലർ ആണെന്ന്. മനസ്സിലായോ? ഹൃദയം ലൊക്കേഷനിലെ ആ കുംഭകർണൻ അവാർഡ് ഡീറ്റെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാപ്പ് കിട്ടിയാൽ അപ്പ ഉറങ്ങുന്ന ആൾ. അങ്ങനെ ആൻഡ് ദ അവാർഡ് ഗോസ് ടു പാർവതി. അപ്പൊ പാർവതിക്ക് ഇനി സെറ്റിൽ സുഖമായി ഉറങ്ങാൻ ഒരു നെക്ക് പില്ലോ. കുംഭകർണൻ അവാർഡ്. അപ്പൊ പ്രേക്ഷകരെ രണ്ടാമത്തെ സെറ്റ് ഓഫ് അവാർഡ്സ് KCBയുമായി ബന്ധമുള്ള ഒരു അവാർഡാണ്. ഈ സെറ്റിൽ പോസ്റ്റ്മാൻ അവാർഡ്, അതായത് നമ്മളെയൊക്കെ പോസ്റ്റ് ആക്കുന്ന മാൻ. കാര്യം ഞങ്ങൾ ഇവിടെ ഒരു മണിക്ക് എത്തി. ഞങ്ങൾ ഏതാണ്ട് ഒരു 3-3:30 ഷൂട്ട് തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ആക്കിയ പോസ്റ്റ്മാൻ അവാർഡ് ഗോസ് ടു ശരത് സുധിച്ചേട്ടൻ. സുധിച്ചേട്ടനാണ് ഹൃദയം സീരിയലിലെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. പ്രൊഡക്ഷൻ നല്ല ശരി പോസ്റ്റ്മാൻ അഥവാ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. Thank you. അവാർഡ് കൈമാറും. എല്ലാവരുടെയും കൈയടിയോടുകൂടി